ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് കർക്കിടകം 1 രാമായണ മാസമൊക്കെ ആരംഭമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നമ്മുടെ താനൂരിൽ നിന്ന് നമ്മുടെ കാട്ടിലങ്ങാടിയിലേക്കുള്ള റോട്ടിലേക്ക് കൂടി ഒരു ചെറിയൊരു റൈഡ് നടത്തിയത്, ഓഫ് റോഡ് റൈഡ് കേട്ടോ. അപ്പോൾ നമ്മളെ അമ്പി എടുത്തിട്ടാണ് അന്ന് പോയത്. അപ്പോൾ അത് ആ ഓഫ് റോഡ് എക്സ്പീരിയൻസ് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 5, 6, 7, 8 വർഷം 7 വർഷത്തോളമായിട്ട് റോഡിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. LDF ഭരിച്ച സമയത്ത് പറഞ്ഞത്, UDF പറഞ്ഞത് അവർ ഈ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാണ്. ഇപ്പം ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ കോൺഗ്രസ്സുകാരെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഫ്ലക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാട്ടിലങ്ങാടിയുടെ റോഡിൻ്റെ വികസനം മുടക്കുന്നത് ആര് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അവർ ഭരണത്തിൽ വന്നിട്ടും ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് എവിടെയാണ് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഞാനൊരു വീഡിയോ എടുത്തു. നിൻ്റെ മേലെ ഒരു പൊങ്കാലിടാനൊന്നും വരണ്ട. അതൊക്കെയാണ് നമ്മുടെ കാട്ടിലങ്ങാടിയിലേക്ക് താനൂരിൽ നിന്ന് തയ്യാല റോട്ടിൽ നിന്ന് കയറുന്നു വരുമ്പോഴുള്ള ഒരു ഇത്. ഏകദേശം എൻ്റെ വീട്ടിൻ്റെ അവിടെ വരെ ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത്, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടാവും. ആ ദൂരം ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടിട്ട്, എല്ലാ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ ശരിക്ക് എന്താ പറയുക, ഇപ്പോൾ ഓട്ടോക്കാരൊന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് ശരിക്ക് വരാറേ ഇല്ല. കാരണം എല്ലാവർക്കും യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓട്ടോക്കാരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഒറ്റ 2 ട്രിപ്പ് പോയാൽ അവർക്കാകെ 40 റുപ്യ 50 റുപ്യ ഒരു ട്രിപ്പിന് കിട്ടും. അതിന് 250 റുപ്യ ചിലപ്പം ചിലവാക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. പിന്നെ ഇതങ്ങനെ തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ചെറു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു പാലുണ്ട് കേട്ടോ. അവിടെ പാലത്തിൻ്റെ ഒരു കുഴിയുണ്ട്. ഇല്ല, ഇനി അടുത്ത നമ്മുടെ കുണ്ടും കുഴി. അവിടെ ഇങ്ങനെ എന്താ പറയുക, ആളുകളൊക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ വളരെ സങ്കടമാണ്. കാരണം നമ്മുടെ പഴയ കാലത്ത് എന്താ പറയുക, എന്തോ ഒരു കളിയില്ലേ, ആ കളി കളിക്കുന്ന പോലെയാണ് ഇതിലൂടെയൊക്കെ നമ്മളെ ആളുകൾ യാത്ര ചെയ്ത് പോകുക കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ റോഡ് തന്നെ ഇല്ല. അപ്പോൾ അതിൽ റോഡ് പോയിക്കുന്നു. അത് എന്താ പൈപ്പിടാനോ എന്തോ ഒരാവശ്യത്തിന് വിളിച്ചതാണ്. അങ്ങനെ പോയി അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. കണ്ടില്ലേ? ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും പറയും. ഇന്നലെ രാത്രി കൂടി നമ്മുടെ കുറച്ച് ആൾക്കാർ അമ്പലത്തിൻ്റെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, എന്താ ഇപ്പോൾ റോഡ് ഇങ്ങനെ. നല്ല ഒരു വീഡിയോ ഇട്ടിട്ട്, നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇത് അധികാരികളൊക്കെ ഒന്ന് നേരെയാക്കി തന്നാൽ, ഇവിടെ ജയിച്ചു പോയ ആൾക്കാരൊക്കെ ഒന്ന് ശരിയാക്കി തന്ന ഒരു ഉപകാരമാണ്. ഇത് NSS അങ്ങോട്ട് പോകുന്ന റോഡാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതാണ് MTQ. എല്ലായിടത്തും റോഡ് കണക്കിന് കേട്ടോ. MTQ ക്യാമ്പസാണ്. അത് വിശദമായിട്ടൊരു വീഡിയോ കൊണ്ടാണ്. പിന്നെ അത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വീടിൻ്റെ മതിൽ സ്റ്റാർട്ടിങ്ങാണ്. ഇവിടെ ഒരു പാലുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ. അതിനടുത്ത് ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. ഈ മതിൽ നമ്മുടെ വീടിൻ്റെ അതിലാണ്. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് ഒരു പാടം. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ എൻ്റെ വീട്ടിൻ്റെ അവിടെ വന്നിട്ടുള്ള ഒരു ചെറിയ വഴി. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയ കാട്ടിലങ്ങാടി ഗവൺമെൻറ് സ്കൂള്, തണ്ണീർമുഖത്ത് ക്ഷേത്രം, പിന്നെ ദേവദാർ സ്കൂളിലേക്ക് പോകാം. നേരെ പോയാൽ പാണ്ഡിമറ്റത്തേക്ക് എത്തും കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റിലേക്ക് എൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാണ്. വേറൊരു വീഡിയോ ഉടനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.